നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. വിവാഹിതരായ സ്ത്രീകൾക്ക് വേണ്ടി ഛത്തീസ്ഗഡ് സർക്കാർ നടത്തിവരുന്ന പദ്ധതിയാണ് മഹത്താരി വന്ദന യോജന. BJP സർക്കാർ മാസം തോറും 1000 രൂപയാണ് ഇവർക്കായി നൽകുന്നത്. ഇതിലാണ് ഇപ്പോൾ തട്ടിപ്പ് വന്നിരിക്കുന്നത്. മാസം തോറും പണം കൈപ്പറ്റുന്നവരിൽ നടി സണ്ണി ലിയോണും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഛത്തീസ്ഗഡിലെ ബസ്താറിലാണ് സംഭവം. നടി സണ്ണി ലിയോണിന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയാണ് മാസം തോറും 1000 രൂപ സർക്കാർ ഫണ്ടിൽ നിന്നും തട്ടിയെടുക്കുന്നത്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പരിശോധനയ്ക്കിടെയാണ് ഉദ്യോഗസ്ഥർ തട്ടിപ്പ് കണ്ടെത്തിയത്. പദ്ധതിയിൽ അനർഹർ കയറിക്കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സണ്ണി ലിയോണിന്റെ പേരിലും പണം തട്ടിയതായി കണ്ടെത്തുന്നത്. ബസ്താർ ജില്ലയിലെ തലൂർ സ്വദേശിയായ വീരേന്ദ്ര ജോഷി എന്നയാളാണ് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വർഷം മാർച്ച് മുതലാണ് വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയത്. ഇയാളിൽ നിന്നും 10,000 രൂപ തിരിച്ചു പിടിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. സംഭവത്തിൽ അംഗൻവാടി വർക്കർക്കും സൂപ്പർവൈസർക്കും നേരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. ഗുണഭോക്താവിന്റെ സമഗ്ര വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണെന്നും കളക്ടർ വ്യക്തമാക്കി. ജഗദൽപൂരിലെ ശ്രീറാം ഫിനാൻസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് വീരേന്ദ്രകുമാർ ജോഷി. സംഭവത്തിന് പിന്നാലെ രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട്. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 50% വ്യാജന്മാരാണെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ദീപക് ബൈജ് ആരോപിച്ചു. എന്നാൽ കോൺഗ്രസ് സർക്കാരിന് കഴിയാത്തത് BJP സർക്കാർ ചെയ്യുന്നത് കോൺഗ്രസുകാർക്ക് ഉൾക്കൊള്ളാനാവാത്തതാണെന്നാണ് ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി അരുൺ സാവു ആരോപിച്ചത്.